പഹൽഗാം ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരാമർശം വിവാദമാകുന്നു. ആക്രമണത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കരുതെന്ന വി.ഡി. സതീശന്റെ പരാമർശത്തിനെതിരെ ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തി. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു പ്രത്യേക മതവിഭാഗത്തിനു മേൽ കെട്ടിവെക്കരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. ആക്രമണത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കരുതെന്നും എന്തു വിഷയമുണ്ടായാലും മതപരമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ ഭീകരവാദികളാണെന്ന് പറയുന്നത് ശരിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനെ ഒരു യോജിപ്പില്ല. എപ്പോഴും പറയല്ലോ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്ത് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചാടി വീഴാണ്. വളരെ ഭംഗിയായിട്ട് തീർക്കേണ്ട മുനമ്പം വിഷയത്തിൽ പോലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് രാജ്യത്തിന് നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വി.ഡി. സതീശന്റെ പരാമർശം വിവാദമായതോടെ മറുപടിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. വി.ഡി. സതീശൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ആര് പറഞ്ഞുവെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണം എന്നാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ വി.ഡി. സതീശന് എന്താണ് ഇത്ര വേദനയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അത് വി.ഡി. സതീശൻ എന്തെല്ലാം വിചാരിക്കുമ്പോ ചിന്തിക്കുന്ന ആളാണ്. ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽ ആണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പറയുന്നത് എന്താ, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ആണ്. അതിന് മറുപടി നമ്മൾ ഇന്ത്യ കൊടുക്കും. പാകിസ്ഥാൻ അത് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പറഞ്ഞല്ലേ, ഇതൊരു ടെററിസ്റ്റ് ആക്ഷൻ ആണ്. ടെററിസ്റ്റ് വന്നു ഒരു സാധാരണക്കാരെ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന ജനങ്ങളും കുടുംബങ്ങളെയും അവര് കൊന്നു വിട്ടു. അതിൽ വി.ഡി. സതീശൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുക്കണം. അത് റെസ്പോണ്ട് കൊടുക്കുന്നത് ആർക്കാ? പാകിസ്ഥാന്. ഇതന്നെ വി.ഡി. സതീശൻ ഇത്ര ഒരു വേദന. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തെ ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനും വിമർശിച്ചു. ഭീകരവാദികൾക്ക് സഹായഹസ്തം നീട്ടുന്ന വാക്കുകൾ അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതാകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഭീകരവാദികൾക്ക് ശിക്ഷ നൽകാൻ 3 മുന്നണികളും ഒറ്റ മനസ്സോടെ നിൽക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. വലിയ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് നരേന്ദ്രമോദിയുടെ രാജ്യമാണ് എന്നുള്ള തോന്നലിലേക്ക് ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് ആളുകൾ പലരും യാത്ര ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത് ഭീകരവാദ അക്രമമാണെങ്കിൽ ആ ഭീകരവാദികളെ അവന് കനത്ത ശിക്ഷ കൊടുക്കാൻ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.